നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുക. ഒരിക്കലൊരു ഈത്തപ്പനത്തോട്ടത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ആട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുണ്ടായിരുന്ന അനുചരന്മാരോട് അവൾക്ക് വേഗത്തിൽ ഒരു കൂട്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കുമ്പോൾ എന്താ നമുക്ക് തോന്നുക? ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നല്ല ചൊറുക്കുള്ളൊരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കേണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ഒരു ആട്ടിടയൻ്റെ കൂടെ ഞാൻ കടന്നുറങ്ങൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്താണ് പറഞ്ഞയച്ചാളി എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്നാൽ ഈ പറയണവരെന്തേലും പറയണുണ്ടോ ഒന്നുമില്ലേനും. ഇതിന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വേണ്ടാത്തത് തോന്നിയാൽ ഈമൻ പോവും. എന്തെങ്കിലും സംഭവിച്ചോ നാവ പടച്ചോനെ അക്കാലത്ത് എന്തെങ്കിലും തോന്നിയാൽ ഈമാനാണ് പോവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടാവുന്ന നേരിയ സംശയം പോലും ഈമാനിനെ ബാധിക്കും. സംഭവം എന്താ? സംഭവം ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് വന്നപ്പോൾ മദീനയിൽ ജീവിച്ചിരുന്ന ഒരാൾ അയാളുടെ മോളോട് പറഞ്ഞു, മോളെ, മദീനത്തെ രാജാവ് ഒരു കല്യാണാലോചന നടത്തുന്നുണ്ട്, ഞാൻ പറ്റുകയാണെങ്കിൽ അന്നെ മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അതിന് മോള് പറഞ്ഞു, ആയിക്കോട്ടെ, രാജാവിനെ കൊണ്ടല്ലേ, എന്താ ഇപ്പോൾ കുഴപ്പം? ഇയാളെ മനസ്സിലുള്ള രാജാവ് നബി തങ്ങളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബിനോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മോളങ്ങൾക്ക് കെട്ടിച്ചു തരാറുന്നു. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ കെട്ടിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ മോളങ്ങൾക്ക് കെട്ടിച്ചു തന്നു, ഞാൻ സ്വീകരിച്ചു എന്നും പറഞ്ഞു. കണ്ടിട്ടൊന്നുമില്ല. ഈ പെണ്ണിനെ നബി തങ്ങളൊന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം, പുതിയാപ്പളവരവും പെണ്ണ് കാണലും നിക്കാഹും എല്ലാം കൂടി നടക്കുന്ന ഓഡിറ്റോറിയമാണ് ഈത്തപ്പനത്തോട്ടം. അന്ന് കല്യാണം നടക്കൽ ഈത്തപ്പനത്തോട്ടത്തിലാണ്. അന്നത്തെ ഓഡിറ്റോറിയം അതാണ്. അന്ന് അങ്ങനെയാണ് കല്യാണം നടക്കൽ. വെള്ളമൊക്കെ ഉണ്ടാവും, തണലുണ്ടാവും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യമായി നബി തങ്ങളെ കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ ആലോചിച്ചു, എൻ്റെ വാപ്പനോട് മദീനത്തെ രാജാവ് എന്നുള്ള പറഞ്ഞത്, ഇത് രാജാവൊന്നും അല്ലല്ലോ എന്നുള്ള വിവരം പറഞ്ഞത് നബി തങ്ങൾ അറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ത്വലാഖ് ചൊല്ലി എന്നാണ് സംഭവം. അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. നിക്കാഹ് എന്ന് പറഞ്ഞൊരു വാക്കടപാട് നടന്നതുകൊണ്ട് ഇതൊക്കെയുള്ള വസ്ത്രം കൂടി ഏറെ കൊടുത്തു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവം. ഇങ്ങനെ ചില സംഭവങ്ങളെ വളച്ചൊടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിലാക്കി മാറ്റുക എന്നതാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. എന്താ പറയാൻ കാരണം, നുബുവത്ത് ഒരു മനുഷ്യനെ അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും മെനക്കെട്ടാൽ കിട്ടും. ആലിമാകാൻ അധ്വാനിച്ചാൽ പറ്റും, ആബിദാകാൻ, വലിയാകാൻ, സൂഫിയാകാൻ, ദ്വാക്കിജാബത്തുള്ളവനാകാൻ. എന്നാൽ ഇതൊക്കെയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. നബിയുടെ താഴെയുള്ള എല്ലാം സയ്യിദാണ്, ആലിമാണ്, വലിയാണ്, ആബിദാണ്, എല്ലാമാണ്. അതിൻ്റെ പുറമെ മഹാനവറുകൾ കണ്ണൂർ അറക്കൽ മുസ്ലിം രാജവംശത്തിൻ്റെ കൊട്ടാരത്തിലെ വലിയ ശമ്പളമുള്ള ജോലിക്കാരനാണ്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യാൻ കൊട്ടാരം വകയായി സ്വന്തമായി മഞ്ചലുണ്ടായിരുന്ന ആളാണ്. കോഴിക്കോട് നിന്ന് കണ്ണൂരെത്തുന്നതിൻ്റെ ഇടയിൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കൊട്ടാരത്തിൻ്റെ വകയായി ഇളനീര് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ കുറവുള്ളത്? ആ കാലഘട്ടത്തിലെ ഔലിയാക്കളിൽ പ്രധാനിയുമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. സമസ്തയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് എന്താ പ്രത്യേകത? അതന്നെയാണ്. നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമാഇ റഹിമഹുല്ലാഹ്, നമ്മൾ തവസ്സുൽ ബൈത്തി അല്ലേ,
മഹത്തുക്കളായ മുൻഗാമികളായ സാലിഹീങ്ങളെ പറയുക എന്നുള്ളത് നമ്മളുടെ സുന്നികളുടെ വലിയൊരു പ്രത്യേകതയാണ്. സാലിഹീങ്ങളെ നമ്മളല്ലാതെ പറയും. എന്താ സാലിഹീങ്ങളെ പറയൽ? അമ്പിയാക്കളെ പറയൽ ഇബാദത്തും സാലിഹീങ്ങളെ പറയൽ കഫാറത്തുമാകുന്നു. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സാലിഹീന കഫാറത്തുൻ. അവിടെ ദിക്ർ എന്നതിന് മൂന്നർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, സാലിഹീങ്ങളുടെ പേര് പറയൽ, അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ തസ്ബീഹ് മാല എടുത്തിട്ട് മമ്പർത്ത് തങ്ങൾ പാപ്പ, മമ്പർത്ത് തങ്ങൾ പാപ്പ, മമ്പർത്ത് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ കൂലിട്ടും. സാലിഹീങ്ങളുടെ പേര് പറഞ്ഞാൽ കൂലിട്ടും. അതാണ് മജ്ലിസുന്നൂർ. സാലിഹീങ്ങൾ, ബദരീങ്ങൾ എന്ന് പറഞ്ഞത് സാലിഹീങ്ങളാണ്. ബദരീങ്ങളായതിനാൽ സാലിഹീങ്ങൾ ആയതല്ല. ബദരീങ്ങൾ സാലിഹീങ്ങൾ ആയതിനാൽ ബദരീങ്ങൾ ആയതാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്നറിയില്ല. ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നി ഒരു ബദറുണ്ടെങ്കിൽ ഒന്ന് പോയോക്കായിരുന്നു എന്ന്. കാരണം എളുപ്പം സ്വർഗത്തിൽ കണ്ട് പോകാലോ. അങ്ങനെ എല്ലാവരും എളുപ്പമല്ല നമുക്ക് വേണ്ടേ. അങ്ങനെ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തതിനാൽ സ്വാലിഹീങ്ങളായതല്ല, ബദരീങ്ങൾ സ്വാലിഹീങ്ങൾ ആയതിനാൽ അവർക്ക് ബദറിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് സ്വാലിഹാവാനുള്ള എളുപ്പവഴിയാണ് സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ശംസുൽ ഉലമയെ നമ്മളെപ്പോഴും കേൾക്കും, നമ്മളെപ്പോഴും പറയും, ശംസുൽ ഉലമയെ തവസ്സുൽ ചെയ്യും. ശംസുൽ ഉലമ റഹിമഹുല്ല ഒരേ സമയത്ത് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടന്നിട്ടുള്ള വലിയൊരു കുത്തുബായിരുന്നു. അങ്ങനെ അപൂർവ ആൾക്കാരുണ്ടാകുക. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് ജീവിക്കുന്നത്. ഹിജ്റ 470 നമ്മളിപ്പോൾ ഏകദേശം ഹിജ്റ 1500 എത്തി. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് സ്വന്തമായി ചരക്ക് കപ്പലുള്ള മുതലാളിയാണ് ഗൗസുൽ ആദം. സ്വന്തമായിട്ട് 1000 കൊല്ലം മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള ആള്. അതാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. 65 കൊല്ലം മഹാനവറുകൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. നല്ല പൈസക്കാരനാണ്. സ്വന്തമായി കപ്പലുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടായിരുന്നു. 4 അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം മഹാനവറുകളുടെ കാലഘട്ടത്തിൽ 4 അബ്ബാസിയ ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ 4 അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം ഭരണകാര്യങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആളാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 40 വർഷം മതപ്രഭാഷണം നടത്തിയിരുന്ന ഒരു പ്രഭാഷകനാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ഇത് പുറത്തൊക്കെ ഇങ്ങനെ ആകുന്നതിൻ്റെ കൂടെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ഗൗസ് എന്ന സ്ഥാനത്തിരിക്കുന്ന ആളുമാണ്. അങ്ങനെ അപൂർവ ആൾക്കാരെയാണ് കാണുക. ദുന്യാവിൻ്റെ കാര്യത്തിലുണ്ട്, ആഖിറത്തിൻ്റെ കാര്യത്തിലുണ്ട്. അങ്ങനെ അപൂർവ ആൾക്കാരെ കാണുക. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപഴകുന്നതോടൊപ്പം സ്വകാര്യ ജീവിതം ഇലാഹായ അള്ളാഹുവിന് സമർപ്പിച്ച വലിയൊരു മനുഷ്യനാണ് ശൈഖുന ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിയോ തെറ്റോ എന്നളക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം മൗത്ത് എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കലാണ്.